ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് മുല്ലമുട്ട് മാല ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാമേ. അതിനായിട്ട് ഞാൻ ടിഷ്യൂ പേപ്പർ സ്ക്വയറായിട്ട് കട്ട് ചെയ്തേക്കുവാണേ. അതിൽ നിന്ന് ഒരു സ്ക്വയർ ഷീറ്റ് എടുത്ത് നാലായിട്ട് മടക്കണം. നാലായിട്ട് മടക്കിയതിന് ശേഷം ഒരു സ്റ്റിക്ക് എടുത്ത് അതിന് ആ സ്റ്റിക്കിൻ്റെ സെൻറ്ററിൽ വെച്ച് നന്നായിട്ട് ചുറ്റിയെടുക്കണേ. അങ്ങനെ 2 പ്രാവശ്യം ഈ സ്റ്റിക്കിനകത്ത് ചുറ്റിയെടുക്കണേ. അതിനുശേഷം ഒരു സ്ക്വയർ ഷീറ്റ് എടുത്ത് നന്നായിട്ട് നീളത്തിൽ ചുറ്റിയെടുത്തതിന് ശേഷം ആ സ്റ്റിക്ക് വെച്ച് നന്നായിട്ട് കറക്കിയെടുത്തിട്ട് ആ സ്റ്റിക്കിങ് ഊരിയെടുക്കണം. അതിനുശേഷം ലെങ്ത് കൂടുതലാണെങ്കിൽ നമുക്ക് കുറച്ച് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് ഒരു മുല്ലമൊട്ടിൻ്റെ ഷേപ്പിൽ കിട്ടും. ഇനി നമുക്കതിൻ്റെ തണ്ടിന് കളർ കൊടുക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് ഗ്രീൻ കളറും യെല്ലോ കളറും ഫെവിക്കോളും കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് എടുത്തേക്കുവാണേ. ലൈറ്റ് ഗ്രീൻ കളർ കിട്ടാനാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അതിനുശേഷം അതിൻ്റെ തണ്ടിൽ 2 വിരൽ ഉപയോഗിച്ച് നന്നായിട്ട് ചുറ്റിയെടുക്കണേ. അപ്പോൾ നമുക്ക് മുല്ലമൊട്ടിൻ്റെ ഷേപ്പിൽ കിട്ടും. അങ്ങനെ ഞാൻ കുറേ മുല്ലമൊട്ടുകൾ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണേ. ഇനി ഞാൻ തെർമോക്കോൾ ഉപയോഗിച്ചും കൂടെ മുല്ലമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതും കൂടെ എങ്ങനെയാണെന്ന് നോക്കാമേ. അതിനായിട്ട് ഇതേപോലെ ടിഷ്യൂ പേപ്പർ എടുത്ത് സ്ക്വയറായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതിനെ വീണ്ടും ഒന്നും കൂടെ കട്ട് ചെയ്ത് സൈഡെല്ലാം നന്നായിട്ടൊന്ന് ഒരു ഓവൽ ഷേപ്പ് പോലെ കിട്ടത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണേ. അതിനുശേഷം അതിൽ നിന്ന് രണ്ട് ടിഷ്യൂ പേപ്പർ എടുത്ത് ഒരു തെർമോക്കോൾ അതിൻ്റെ സെൻറ്ററിൽ വെച്ച് നന്നായിട്ട് ചുറ്റിയെടുക്കണം. ഈസി ആയിട്ട് ഈ മുല്ലമുട്ട് നമുക്ക് ഇങ്ങനത്തെ രീതിയിൽ നമുക്ക് മുല്ലമുട്ട് ഉണ്ടാക്കിയെടുക്കാമേ. ഈ മുല്ലമുട്ടിനെ നമുക്ക് ഭംഗിയായിട്ട് മാല കോർത്തെടുക്കാമേ.
ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യണേ. Bye friends, thank you for watching.